ഖുറാസാനിലെ സ്വാലിഹ് അലി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഹാഫിളാണ്, അദ്ദേഹം ആലിമാണ്, അദ്ദേഹത്തിന് ധാരാളം ശിഷ്യഗണങ്ങളുണ്ട്, അദ്ദേഹം ഒരുപാട് നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെ അദ്ദേഹം നന്മയായ പ്രവർത്തനങ്ങളിൽ കൂടി മുന്നോട്ട് പോകുമ്പോ അദ്ദേഹത്തിന്റെ പ്രായം അതിക്രമിക്കുകയാണ്. പ്രായം അതിക്രമിച്ചുകൊണ്ട് 70-ന്റെയും 80-ന്റെയും 90-ന്റെയും പടിക്കിലേക്ക് എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ കുറവ് സംഭവിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഓർമ്മക്കുറവുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലം മുന്നോട്ട് പോയി തന്റെ ആൾക്കാരെ പോലും, തന്റെ കൂട്ടുകാരെ പോലും, തന്റെ അടുക്കൽ നിന്നിരുന്ന മനുഷ്യനെ പോലും മറന്നു പോകുന്ന സാഹചര്യത്തിൽ മഹാനായ സ്വാലിഹ് അലി എന്ന മഹാനവറുകൾ മുന്നോട്ട് പോകുമ്പോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ ചോദിക്കുന്നു, അല്ലയോ ഞങ്ങളുടെ ഉസ്താദേ, അങ്ങേക്കിതാ പ്രായം മുന്നോട്ട് പോയി, താങ്കളിതാ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോയിരിക്കും. താങ്കൾ എത്രയോ നല്ല നിലയിൽ ഖുർആൻ ശരീഫ് പാരായണം ചെയ്തതാണ്, എത്രയോ നന്മകൾ ചെയ്ത മനുഷ്യനാണ്. പക്ഷേ അങ്ങേക്ക് ഇന്നത്തെ ഗതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഓർമ്മ നശിച്ചു പോയല്ലോ എന്ന് പറയുമ്പോ തങ്ങൾക്കതിൽ വേദനയില്ലേ എന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് മഹാനായ സ്വാലിഹ് അലി എന്ന മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാ, പൊന്നുമോനെ, എനിക്ക് പേടിയില്ലടാ പൊന്നുമോനെ, എനിക്ക് പേടിയില്ല. എന്തേ കാരണമെന്നറിയുമോ? എന്റെ ചെറുപ്പകാലം പൂർണ്ണമായും ഞാൻ അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ചവനാണ്, അല്ലാഹുവിലേക്ക് ഞാൻ ജീവിച്ചവനാണ്, അല്ലാഹുവിനെ പരിപൂർണമായി ഓർത്തവനാണ്. അതുകൊണ്ട് ഞാൻ മറന്നു പോയാലും എന്റെ അല്ലാഹ് മറക്കില്ല എന്നുള്ള ഈമാൻ ആ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു വന്നപ്പോ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോരോരുത്തരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മഹ്ശറിൽ വെച്ച് 4 കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു മനുഷ്യന്റെ പോലും കാലുകൾ ചലിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ലാ തസമ ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരു അടിമയുടെയും കാലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹത്താ യുസ്അലു അൻ അർബഅ, 4 കാര്യങ്ങൾ ചോദിച്ച് അതിന്റെ ഉത്തരം ലഭിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെയും കാലുകൾ ചലിപ്പിക്കില്ല. 4 കാര്യങ്ങൾ പറയുന്നതിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? അൻശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യൗവനം നീ ഏത് തരത്തിലാണ് വിനിയോഗിച്ചത്? നിനക്ക് ഏറ്റവും ചുറുചുറുക്കുള്ള, നിനക്ക് ഏറ്റവും സൗന്ദര്യമുള്ള, നിനക്ക് ഏറ്റവും ആരോഗ്യമുള്ള നിന്റെ ആ സമയം നീ അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ മഹാനായ സ്വാലിഹ് അലി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞത്, എന്റെ യുവത്വം ഞാൻ അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചു എന്ന അത്തരത്തിലുള്ള ഈമാൻ ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തനം ചെയ്യണേ. അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഒന്ന് മനസ്സിലാക്കുക.